back to our science class. Have you completed the notes of the previous chapter? Okay, good. Today we are going to study a new chapter, air, water and weather. On some days we feel hot and on some days we feel cold. ചില ദിവസങ്ങളിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. അതേസമയം ചില ദിവസങ്ങളിൽ നമുക്ക് ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. The feeling of hot and cold is due to weather. അപ്പോൾ അതിന് കാരണം എന്താണ്? Weather. Can you say what is weather? Yes. The weather is the condition of air at a particular place and time. It changes from day to day. Weather ഓരോ ദിവസവും ചേഞ്ച് ചെയ്യും. Weather also changes from time to time. ചിലപ്പോൾ സമയത്തിനനുസരിച്ച് അത് ചേഞ്ച് ആവും. It is cool in the morning and hot at noon and again cool in the evening. രാവിലെയും വൈകുന്നേരവും എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? യെസ്, തണുപ്പായിരിക്കും. അതേസമയം ഉച്ചയ്ക്ക് നല്ല ചൂടായിരിക്കും. Have you ever noticed sudden changes in the weather? നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ വെതർ കണ്ടീഷൻ പെട്ടെന്ന് വ്യത്യാസപ്പെടുന്നത്? Has it happened that when you were going to school? ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടില്ലേ? It has sunny day when you home and returned home when you go to school. Sorry, it has sunny day when you go to school. Then return home, it become cloudy. രാവിലെ സ്കൂളിലേക്ക് വരുമ്പോൾ നല്ല സൺലൈറ്റ്, നല്ല വെയിലായിരിക്കും. അതേസമയം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ക്ലൗഡി ആയിരിക്കും. So let us learn how changes in the weather are caused. Okay? The sun and weather. The sun plays a major role in causing changes in weather condition. അപ്പോൾ വെതർ കണ്ടീഷൻസ് ചേഞ്ച് ആകുന്നതിന് ഒരു പ്രധാന റോൾ ആരാണ് വഹിക്കുന്നത്? സൺ. The earth moves on its own axis. This movement is called rotation. അപ്പോൾ എർത്ത് അതിന്റെ ആക്സിസിൽ മൂവ് ചെയ്യുന്ന ആ മൂവ്മെന്റിന് പറയുന്നതാണ് എന്ത്? റൊട്ടേഷൻ. So during rotation, the part of the earth that faces the sun has day and the other part has night. അപ്പോൾ റൊട്ടേഷന്റെ സമയത്ത് സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത്, എർത്ത് സണ്ണിനെ ഫേസ് ചെയ്യുന്ന എർത്തിന്റെ ഭാഗത്ത് എന്തായിരിക്കും? ഡേ ആയിരിക്കും. അപ്പൊ അതർ പാർട്ടില് സൺലൈറ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ അവിടെ നൈറ്റ് ആയിരിക്കും. The rotation of the earth causes day and night. അപ്പം എർത്തിന്റെ റൊട്ടേഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത്? ഡേ ആൻഡ് നൈറ്റ്. Then morning and evening are cooler than noon time because sunrays are slanting in the morning and evening. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. രാവിലെയും വൈകിട്ടും തേക്കാട്ടില് ചൂട് കൂടുതലായിരിക്കും എപ്പോഴും നൂൺ ടൈമിൽ. കാരണം മോർണിംഗ് ആൻഡ് ഈവനിങ്ങില് കൂളർ ടൈം ആയിരിക്കും. കാരണം ആ സമയത്ത് സൺറൈസ് ചരിഞ്ഞാണ് വീഴുന്നത്, ഭൂമിയിലേക്ക് എത്തുന്നത്. ബട്ട് ഇൻ ദ നൂൺ ടൈം സൺ ഈസ് ഓവർ ഹെഡ് ആൻഡ് സൺറൈസ് ഫോൾ ഡയറക്ട്ലി ഓൺ ദി എർത്ത്. അതേസമയം നൂണ് ഉച്ച സമയത്ത് സണ്ണിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഡയറക്റ്റ് നമ്മുടെ തലയുടെ മുകളിലായിരിക്കും. അപ്പൊ സൺറൈസ് ഡയറക്റ്റ് എർത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലായിരിക്കും. Then the earth also moves around the sun on its own orbit. എർത്തിന്റെ റൊട്ടേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എർത്ത് സണ്ണിന് ചുറ്റും അതിന്റെ ഓർബിറ്റിൽ കൂടി മൂവ് ചെയ്യുന്നുണ്ട്. This movement is called a revolution. The earth is tilted on its own axis. During revolution, the part of the earth facing the sun has longer and hotter days. Revolution സമയത്ത് സണ്ണിനെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് എന്തായിരിക്കും? ഹോട്ടായിരിക്കും. So this part has summer. അപ്പൊ അവിടെ ഏത് സീസൺ ആയിരിക്കും? സമ്മർ. The part of the earth away from the sun has winter. ഒരു എർത്ത് സണ്ണിന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര ടൈം എടുക്കുമെന്ന് അറിയുമോ? യെസ്, 365 and quarter days. 365 കാല ദിവസം.
അപ്പോൾ ഒരു വർഷം കൊണ്ടാണ് എർത്ത് സണ്ണിന് ചുറ്റും ഒരു പ്രാവശ്യം മൂവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സായി? യെസ്, 8 വയസ്സ്. അപ്പം നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം സണ്ണിന് ചുറ്റും കറങ്ങിയിട്ടുണ്ട്? യെസ്, 8 പ്രാവശ്യം. Thus, revolution of the earth causes changes in season. അപ്പം എർത്തിന്റെ മൂവ്മെന്റ് ആയ റെവല്യൂഷൻ കാരണമാണ് എന്തുണ്ടാകുന്നത്? യെസ്, സീസൺ ചേഞ്ച് ഉണ്ടാകുന്നു. ഓക്കെ. ദ സൺ ഹീറ്റ്സ് അപ്പ് ദ എയർ. അപ്പം സണ്ണിന്റെ ചൂട് കൊണ്ട് എയർ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആകും, എയറിന് ചൂടാകും. ഹോട്ട് എയർ ഈസ് ലൈറ്റർ ആൻഡ് ദസ് റൈസസ് അപ്പ്. അപ്പൊ എയറിന് ചൂട് പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ വെയിറ്റ് കുറയുന്നു, അപ്പൊ അത് മുകളിലേക്ക് ഉയരുന്നു. ദ കൂൾ എയർ റഷസ് ടേക്ക് ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ ആ പ്ലേസിൽ ആ ലൈറ്റ് ചൂട് പിടിച്ച എയർ മുകളിലേക്ക് പോകുന്നു. അപ്പൊ ആ സ്ഥലത്തേക്ക് ആര് വരുന്നു? യെസ്, തണുത്ത എയർ. ദിസ് കോസസ് വിൻഡ്സ് ടു ബ്ലോ. അപ്പൊ അങ്ങനെയാണ് എന്തോ ഉണ്ടാകുന്നത്? കാറ്റ്. ദസ് ദ സൺ കോസസ് വിൻഡ്സ് ടു ബ്ലോ. അപ്പൊ ഇത് കാരണമാണ് എന്തുണ്ടാകുന്നത്? കാറ്റ്. Then the sun heats up the water and change it into water vapor. സൂര്യന്റെ ചൂട് കൊണ്ട് ഇനിയും വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. വാട്ടറിന്റെ സ്റ്റേറ്റ് എന്താ നമുക്കറിയാം. എന്താണ്? യെസ്, ലിക്വിഡ്. വാട്ടർ വേപ്പറോ? യെസ്, gaseous form. The amount of water vapor present in the air is called humidity. So what is humidity? The amount of water vapor present in the air. അപ്പം ആ വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമിഡിറ്റി. The water vapor rises up and condenses to form tiny droplets of water. അപ്പം വാട്ടർ ചൂടാവുമ്പോൾ എന്തായിട്ട് മാറും? വാട്ടർ വേപ്പർ ആയിട്ട് മാറും. ഇനി വാട്ടർ വേപ്പർ തണുത്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? യെസ്, ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. വാട്ടർ ആയിട്ട് മാറും. അപ്പൊ അത് ഗേഷ്യസ് ഫോമിൽ നിന്നും എന്തായിട്ട് മാറും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. Then tiny droplets join together to form clouds. അങ്ങനെയുള്ള ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടി ചേർന്ന് എന്തായിട്ട് മാറും? ക്ലൗഡ്സ് ആയിട്ട് മാറും. When the clouds become too heavy, then the droplets of water fall as rain. അങ്ങനെ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടി ചേർന്ന് ക്ലൗഡ്സ് ആവും. ആ ക്ലൗഡ്സ് ഹെവി ആയിട്ട് മാറുമ്പോൾ വീണ്ടും അതെന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറി മഴയായിട്ട് പെയ്യുന്നു. Thus, sun changes states of water. അപ്പം സണ്ണിന്റെ ചൂട് മൂലം എന്ത് സംഭവിക്കുന്നു? വാട്ടർ വേപ്പർ ആകുന്നു. വാട്ടർ വേപ്പർ വീണ്ടും വാട്ടർ ആയിട്ട് മാറുന്നു. ആൻഡ് കോസസ് ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻ. ഓക്കെ, സോ ലെറ്റ് us conclude. Today we have learned about what is weather. So, weather is the condition of air at a particular place and time. The sun causes changes in weather. Then, revolution of earth causes changes in season, whereas rotation of the earth causes day and night. Then, the heat of the sun also causes wind to blow. So, read the chapter 3 times. We can learn about air in the next class. Okay, thank you. Weather, air and water. Mama, it's dark and cloudy outside. When we are going to school in the morning, the sun was shining brightly. While returning back home, it has become dark and cloudy. I wonder how the weather changed so suddenly. Yes, weather can change from day to day and hour to hour. It also changes during the year. It is hot in the summer season, rains during the rainy season, and cold during the winter season. How does it affect all of us? Let me tell you, when it is hot and dry, you feel thirsty and drink a lot of water. Tell me one thing, when it is cold, what type of clothes we wear? We wear warm and woolen clothes. Very good. Likewise, we wear cotton and light color clothes in summer. So weather is the condition of the air around us. The sun, wind, the clouds and the rain are all factors that cause changes in the weather. Kids, do you know
How are sun and weather related to each other? How they affect one another? No, Mama. Please explain. The sun causes the change in the weather conditions. The sun affects the temperature of the earth. When the sun shines overhead, sun rays fall directly on the earth. So, it becomes very hot. But in the morning and evening, the rays of the sun are slanting. So, the earth is not heated up much and it is not very hot. That's why the mornings and evenings are cooler than noon. Yes, have you ever wondered how the day and night and summer and winter are formed? Mama, that's so interesting. Please tell. The earth carries two kinds of motions. It revolves around the sun and rotates at its own axis at the same time. Day and night occurs because of the rotation of earth. The sun shines all the time, but only half of the earth faces the sun at a time. The portion which faces the sun have day and other half has night. The earth is tilted at an angle to its axis. While orbiting the sun, one hemisphere is close to the sun and the other hemisphere is away from the sun. The part that is closer to the sun has summer. The part away from the sun has winter. The part that has summer also has longer and warmer days. The part that has